എന്റെ അളിയ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതേ അടൂര് അമ്മച്ചിക്കട അടുത്താണ് കേട്ടോ. അടൂരാണ്. അപ്പൊ ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ കേറണം എന്നിങ്ങനെ കരുതും. എന്നാലും അത് ഇപ്പോഴാണ് സാധിച്ചേട്ടോ. പണ്ട് ആരോ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടല്ലോ ദാസ. കണ്ട് ഇതാണ് കട കേട്ടോ. അപ്പൊ കടയുടെ അകത്തോട്ട് നമുക്ക് പോവാം. ഈ മെനു ഒന്ന് സൂക്ഷിച്ചു വെച്ചേക്കണേ. കാര്യം ഇതിന്റെ ബില്ല് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അതിന്റെ കാരണം എന്താ ഞാൻ അവസാനം പറയാം. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് അകത്തോട്ട് കയറി കേട്ടോ. അകത്തോട്ട് കയറുമ്പോണ്ടല്ലോ ഇതാണ് അകത്തുള്ള ആംബിയൻസ് കേട്ടോ. സംഭവം ചെറിയ കടയാണെങ്കിലുണ്ടല്ലോ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് കഴിച്ച കടയാണ്. അപ്പൊ ഞാനൊരു പഴങ്കഞ്ഞിയും പിന്നെ ഒരു ഊണും പിന്നെ ഒരു ബീഫ് കറിയും പറഞ്ഞിട്ട് അത് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു കാര്യം വിളിച്ചത്. എന്റെ കൊളസ്ട്രോളിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചിരി കൂടുതൽ അതുകൊണ്ട് ബീഫ് ഒഴിവാക്കണമെന്ന് വിചാരിച്ചതാ. എന്നാലും നാക്കിനെ കൺട്രോൾ ചെയ്യാൻ വയ്യ കേട്ടോ. അപ്പൊ തന്നെ എന്റെ ഇളയ ഊണ് വന്ന് അച്ചാറ്, പച്ചടി, അവിയല്, തോരൻ, പിന്നെ പഴങ്കഞ്ഞിക്ക് നല്ല കട്ട തൈരും ചീനിയും ദാണ്ട ഒരു ഉണ്ടമുളകും ഒരു ഉള്ളി, പിന്നെ അതുകൂടാതെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീൻ നീ ഇഷ്ടപ്പെടില്ല, വലിയ ഷേപ്പ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലംകാരുണ്ടല്ലോ നല്ല തുണ്ടം മീൻ്റെ ആളാ. എന്തായാലും മീൻചാറ് ഒഴിച്ചിട്ട് ഞാൻ ആ മുളക് ഒന്ന് പൊട്ടിച്ച് എന്റെ പൊന്നുമനെ കഴിച്ചു. പിന്നെ പ്രധാന ഐറ്റം പപ്പടം, മുട്ട, പയറ്, അച്ചാറ്, പുളിമുളം, ഉണക്കമീൻ. എടാ എന്റെ വീടിന്റെ അടുത്ത് സൂപ്പറായിട്ട് കിട്ടുന്ന വേറൊരു കട ഉണ്ടായിരുന്നടാ. എന്നാ പിന്നെ ബീഫ് കറി ഒഴിച്ച് കഴിക്കാന്ന് കഴിച്ചു. പൊന്നുമനെ ബീഫ് കറി സൂപ്പറായിരുന്നു. വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ കൊണ്ടുവന്ന ആഹാരം എന്താ പൂർണ്ണമായിട്ടും കഴിച്ചിരിക്കും. അങ്ങനെ ഞാൻ കഴിച്ചു കേട്ടോ. എന്തായാലും ശരീരത്തിന് കുഴപ്പം വരത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെയുള്ള രുചിയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കൊടുക്കാനൊക്കെ നല്ല മനസ്സാട്ടോ. ചില കടയിലൊക്കെ ചെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാണ്ടല്ലോ അവന്മാര് വസ്തു എഴുതി ചോദിക്കുന്നതാണ് അവന്മാരെ മുഖഭാവം. എന്തായാലും സംഭവം നല്ലതാണ്. കുറെ നല്ല കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ കഴിച്ചാലും നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല. പൈസ ഇല്ലെങ്കിൽ നമുക്ക് വന്ന് കഴിക്കാം. അപ്പൊ തന്നെ ഞാൻ കഴിച്ച പൈസ എന്റെ സാറാണ് കൊടുത്തത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡിന്റെ റേറ്റ് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. താങ്ക്